നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി PS പ്രദീപ് കുമാറിന് നൂർജഹാൻ നവാസ് രാജിക്കത്ത് സമർപ്പിച്ചത്. മറ്റത്തൂരിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടായ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങളുടെ സഹായത്തോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ KPCC നിർദ്ദേശിച്ച സമവായ ഫോർമുലയുടെ ഭാഗമായാണ് നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാൻ BJPയുടെ പിന്തുണയോടെ നേടിയ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം മാനിച്ചാണ് രാജി. പ്രസിഡന്റ് ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും KPCC നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രസിഡന്റ് ടെസി ജോസ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പള്ളി തുടങ്ങിയവർക്കൊപ്പമാണ് നൂർജഹാൻ നവാസ് രാജിക്കത്ത് കൈമാറാൻ എത്തിയത്. മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ 1:45 അപകടം. കർണാടക സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ്, ഗുരുവായൂർ ആക്ട്സ്, 108 ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടോറസ് ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ലോറി ഡ്രൈവർ പാലക്കാട് മുതുതല വീട്ടിൽ ഷക്കീർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടി. മറ്റ് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ നിന്ന് ചികിത്സ തേടി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അശ്രദ്ധയോടെ ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ ഫയർഫോഴ്സ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ്, ഗുരുവായൂർ പോലീസ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അപകടത്തിൽ മുസ്ലിം വീട്ടിൽ സുലേഖയുടെ മതിലും ഗേറ്റും തകർന്നു. കൂടാതെ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു വീണു. 3 കടകൾ ഭാഗികമായി തകർന്നു. ഇരിങ്ങപ്പുറം രമേശിന്റെ വസന്തം ലക്കി സെന്റർ, ജോണിയുടെ ഉടമസ്ഥതയിലുള്ള ചിരിയങ്കണ്ടത്ത് പലചരക്ക് കട, ഷാജന്റെ നീലങ്കാവിൽ സ്റ്റോഴ്സ്, സുധാകരന്റെ അമ്പാടി ഹോട്ടൽ എന്നിവയുടെ മുൻവശമാണ് തകർന്നത്. ഓരോ കടകൾക്കും വലിയ തുകയുടെ നഷ്ടം സംഭവിച്ചതായി ഷാജൻ പറഞ്ഞു. വിവരമറിഞ്ഞ ഗുരുവായൂർ ACP C. പ്രേമാനന്ദകൃഷ്ണൻ സ്ഥലത്തെത്തി. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ച സംഭവത്തിൽ അപകടത്തിൽപ്പെട്ടത് 4 വാഹനങ്ങളെന്ന ദൃക്സാക്ഷികൾ. ഇരിങ്ങാലക്കുട കൊട്ടിലങ്ങപ്പാടം ആസാദ് റോഡിൽ കരിപ്പുര വീട്ടിൽ അഷ്റഫിന്റെ മകൾ ആഫിദയാണ് മരിച്ചത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണാണ് ആഫിദ മരിച്ചത്. സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ബന്ധുവായ സ്ത്രീയും കുട്ടിയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നെല്ലിപ്പറമ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെയായിരുന്നു അപകടം. സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ്. ആഫിദയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. വാഹനത്തിൽ ഒരു കുട്ടിയും ബന്ധുവായ സ്ത്രീയും ഉണ്ടായിരുന്നു. പത്തുകുളങ്ങരയിലുള്ള ബന്ധുവീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ഇവർ. നെല്ലിപ്പറമ്പിൽ വെച്ച് ആഫിദ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചു. എതിരെ നിന്നു വന്ന ബൈക്കിൽ സ്കൂട്ടർ തട്ടി. ഈ സമയം പിറകിൽ നിന്നു വന്ന ബൈക്കും ആഫിദയുടെ സ്കൂട്ടറിൽ തട്ടി. മറിഞ്ഞു വീണ ആഫിദയുടെ ശരീരത്തിൽ ബസ് കയറിയിറങ്ങി. സ്കൂട്ടറിലുണ്ടായിരുന്ന മറ്റു 2 പേരും മറുവശത്തേക്ക് വീണതിനാൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറി അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ കല്ലൂർ ആമ്പല്ലൂർ റോഡിലെ നായരങ്ങാടി മഠം റോഡിലായിരുന്നു സംഭവം. പുറത്തൂക്കാരൻ ജോസിന്റെ വീട്ടുമതിൽ അപകടത്തിൽ തകർന്നു. വരന്തരപ്പിള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പതിവ് അപകട മേഖലയാണ് ഇവിടം. വളവ് ശ്രദ്ധിക്കാതെ എത്തുന്ന വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുകയും കാനയിലും റോഡിലേക്കും മറിഞ്ഞു വീഴുന്നത് മുൻപും ഉണ്ടായിട്ടുണ്ട്. ജോസിന്റെ വീടിന്റെ മതിൽ മുൻപും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. ഡ്രൈവർമാരുടെ ശ്രദ്ധയാകർഷിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂളിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി.
കൊടകര, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കാണ് സ്വീകരണം നൽകിയത്. തുടർന്ന് വിദ്യാർത്ഥികളുമായി ജനപ്രതിനിധികൾ സംവദിച്ചു. സ്കൂൾ മാനേജർ ബി സദാനന്ദൻ, പ്രധാനാധ്യാപിക PS സീമ, ദിനേശ് പരമേശ്വരൻ, PTA പ്രസിഡന്റ് ഷീമ മോഹൻ, KV അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 12,725 രൂപ, പവന് 1,01,800 രൂപ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.